ഈ നെഹ്റുവിൻ്റെ സ്മാരകങ്ങളുടെ പേര് മാറ്റി മോഡി ഗവൺമെൻറ് പലതും മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ ഒന്നാണ് ഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ലൈബ്രറി. അത് 2021 പേര് മാറ്റി പ്രൈം മിനിസ്റ്റർ മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാക്കി മാറ്റി. ഈ സ്ഥാപനത്തിൻ്റെ ആദ്യത്തെ പേര് തിരുമൂർത്തി ഭവനായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായ ശേഷം അന്ന് മുതൽ അദ്ദേഹം മരിക്കുന്നവരെ, അതായത് 1964 മെയ് 27 വരെയുള്ള കാലഘട്ടം അദ്ദേഹം ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തെ മരണശേഷം നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്ന പേരിൽ മാറ്റിയത്. ഡൽഹിയിലെ തിരുമൂർത്തി ഭവൻ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികം നമുക്ക് സംശയം ഉണ്ടാകും, പണ്ടേ കേട്ട പേരാണത്. അത് നെഹ്റുവിൻ്റെ ജന്മസ്ഥലമാണോ, അല്ലെങ്കിൽ തറവാട് സ്വത്തോ, അല്ലെങ്കിൽ അങ്ങനെ ചില സംശയങ്ങളുണ്ടാവാം. അതല്ല, 1930 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ഭവനമാണത്. ബ്രിട്ടീഷുകാരനായ റോബർട്ട് ടോർ റസൽ എന്ന ഒരു ആർക്കിടെക്റ്റാണ് അത് നിർമ്മിച്ചത്. 1930 അത് നിർമ്മിച്ച ശേഷം ബ്രിട്ടീഷുകാരൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു അതിൻ്റെ താമസക്കാരൻ. സ്വാതന്ത്ര്യം കിട്ടുന്നവരെ കമാൻഡർ ഇൻ ചീഫിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു അത്. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആ വസ്തു കേന്ദ്ര ഗവൺമെൻറ് സ്വത്തായി മാറി, പിന്നീട് അത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായി മാറുകയും ചെയ്തു. എന്നാൽ നെഹ്റുവിൻ്റെ മരണശേഷം പിന്നീട് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആ വീട് എടുത്തില്ല. അത് വിവാദമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. കാരണം അദ്ദേഹത്തിന് നെഹ്റു കുടുംബം കൊടുത്തില്ല എന്നൊരു വിവാദം അന്നുണ്ടായിരുന്നു. പക്ഷെ സത്യം അതല്ല. ലാൽ ബഹദൂർ ശാസ്ത്രി ലളിത ജീവിതം നയിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ഇത്രയും വലിയ കൊട്ടാരം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജനപദിലെ 10ാം നമ്പർ മുറി അവരെടുത്തു. അദ്ദേഹം മരിക്കുന്നവരെ ആ ജനപദിലാണ് താമസിച്ചിരുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്താണ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്ന പേരിൽ ഇത് പേര് മാറ്റി. നെഹ്റുവിൻ്റെ ഫോട്ടോയും നെഹ്റു വെച്ച വസ്തുക്കളും നെഹ്റു സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിരുന്ന പല കാര്യങ്ങളും അതിൽ കാണാൻ വേണ്ടി ഒരു മ്യൂസിയമൊക്കെ മാറ്റം ചെയ്തത് അത് ലാൽ ബഹദൂർ ശാസ്ത്രി ചെയ്തത്. അതിൽ യാതൊരു വിവാദവും. ഈ 66 ശാസ്ത്രി മരിച്ച ശേഷം പിന്നീട് വന്നത് നെഹ്റുവിൻ്റെ മകളായ ഇന്ദിരാഗാന്ധിയാണ്. ആ ഇന്ദിരാഗാന്ധിക്കും ആ വീടോട് താല്പര്യമില്ലായിരുന്നു. ആ ഇന്ദിരാഗാന്ധിയും ശാസ്ത്രി താമസിച്ച ജനപദത്തിൽ തന്നെ താമസിച്ചത്. നെഹ്റുവിന് ശേഷം വന്ന പ്രധാനമന്ത്രിമാരുടെ മുഴുവൻ ഫോട്ടോകളും അവരുടെ ഉപയോഗിച്ച വസ്തുക്കളൊക്കെ ഈ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഇത് നെഹ്റുവിന് മാത്രമല്ല, അത് എല്ലാ പ്രധാനമന്ത്രിമാരുടെയും കൂട്ടായ ഒരു സ്ഥാപനമായിട്ട്, സ്മാരകമായിട്ട് അവിടെ മോദി ഗവൺമെൻറ് 2023 അതിൻ്റെ പേര് മാറ്റി പ്രൈം മിനിസ്റ്റർ മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാക്കി മാറ്റി. അതുകൊണ്ട് ഇത് വിവാദമാക്കേണ്ട ആവശ്യമില്ല. അതിന് സമാനമായ പേര് തന്നെയാണ് മോദി ഗവൺമെൻറ് കൊടുത്തത്.